പറഞ്ഞോളൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നല്ല പറഞ്ഞോളൂ. ഹാപ്പി ഓണം. ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും എപ്പോഴും നന്മ നിറഞ്ഞ ഇത് മാത്രം ഉണ്ടാവട്ടെ. ഹാപ്പി ആയിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണില്ലേ? സദ്യയൊക്കെ വെച്ച് കഴിഞ്ഞോ? ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ ഗുഡ് മോർണിംഗ് പറയാൻ നേരം വൈകി. നമ്മളെ വീട്ടിലെ പണി കഴിഞ്ഞ് പൂടലൊക്കെ കഴിഞ്ഞിട്ട് പോടി വന്നതാണ്. അപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. നമുക്ക് ഇന്ന് ഓണാണ്. നമ്മൾ കാത്തിരുന്ന് 10ാമത്തെ ദിവസത്തെ ഓണം. അപ്പോൾ നമ്മൾ ഇന്ന് ഓണാശംസകൾ മാത്രമായിട്ടാണ് വന്നത്. നമ്മളെ കഥ അല്ല കേട്ടോ. നാളെ തൊട്ട് നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ 2 വരിയൊക്കെ പറയണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഉണ്ണേട്ട വന്ന്. അപ്പോൾ പിന്നെ നമുക്കിനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മളെ കുപ്പായൊക്കെ ഒന്ന് വരിയിടണം. അതിന് മുന്നേ നമ്മൾ മുല്ലപ്പൂക്കെ വെച്ച് ഓണാശംസകളൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതൊക്കെ അയച്ചിട്ടിട്ട് പോകണം. അപ്പം എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് 4 വട്ടം പായസമൊക്കെ കുടിച്ചിട്ട് ഇരിക്കുമ്പോഴേ നമ്മൾ ഒരു കഥ ഇട്ടുണ്ട്. അതൊക്കെ ഒന്ന് എല്ലാവരും എടുത്ത് കണ്ടോളൂ കേട്ടോ. ഹാപ്പി ഹാപ്പി ഹൃദയം നിറഞ്ഞ നന്മകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ പറയാണ്. എൻ്റെ മക്കൾക്കും എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഫാമിലിക്കും എൻ്റെ ഫാമിലിക്കും പിന്നെ നമ്മൾ യൂട്യൂബിലെ നമ്മൾ സ്വന്തം കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ ആദ്യം ഒന്നും നീട്ടില്ല. ശരിക്കട്ടെ, ടാറ്റാ, ലവ് യു. ചക്കരമ്മ എന്ന് എന്തൊക്കെ പാലടപ്പായസം ഒക്കെ ഉള്ള ദിവസമാണെന്നല്ലേ. അപ്പം പാൽപ്പായസം എന്ന് വേണ്ട എല്ലാവർക്കും വീട്ടിലതൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പം നമ്മൾ നാളെ കഥയായിട്ട് വരുന്നതായിട്ട് നമ്മൾ പൂക്കളിട്ടൊന്നും നന്നായില്ല കേട്ടോ. എൻ്റെ മുഖമൊന്നും കാണിച്ചില്ല. പിന്നെ ഞാൻ നന്നായിട്ട് പൂവൊക്കെ ഇടണം. ഇന്നലെ എന്താ പറയുക, ഒരു ചടുപ്പും മടുപ്പൊക്കെ അങ്ങനെ പൂവരിനോടത്തൊന്നും ഇട്ട് പോയി. പിന്നെ ഞാൻ തന്നെ ആദ്യം അമ്മായിയൊക്കെ അരിഞ്ഞു തരും. ഇപ്പം അമ്മായിക്ക് വൈകിയാണ്. എന്നാലും രാവിലെ ഇച്ചിരിയൊക്കെ അരിഞ്ഞെന്ന്. അങ്ങനെ നമ്മളൊരു പൂക്കളാണ് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മയിലും കുയിലും ഞാൻ കൃഷ്ണനെ വരച്ച് പിന്നെ അതൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് കണ്ണിനില്ല ഞാൻ കോലൊക്കെ എടുത്തുണ്ടാവും വിചാരിച്ചു. അപ്പം നമ്മൾ ഓണപ്പൊട്ട് ഓണത്തിന് തൊടാൻ വേണ്ടി മേടിച്ചപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ഓണപ്പൊട്ട് ഇതൊക്കെ അയച്ചേക്കുന്നത് നിങ്ങളോട് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ട് നമ്മളിതെല്ലാം അങ്ങോട്ട് അയച്ചു പോട്ടെ. ഇതാ അമ്മായി വരി വരി. ഹാപ്പി ഓണം പറ. മാമല്ലേ അതാ. ഹലോ ഗൈസ്, നിങ്ങളെ ഓണം എവിടെ എത്തി? വീട്ടിൽ വെക്കുക. മുല്ലപ്പൂവിനൊക്കെ ആ ശരി. ഹായ്, നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടോ. നമ്മൾ ഹാപ്പി ഓണം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു പോയതിൻ്റെ ശേഷം നമ്മൾ അകത്തൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ചോറെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ കഥ ഇച്ചിരി അങ്ങോട്ട് പറയാം. ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇച്ചിരി. അപ്പം നമുക്കത് പറഞ്ഞാലോ? പറയാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെയാ വെച്ചേ? പിന്നെ വഴിയരികിൽ മഞ്ജുവിനെ അവിടെ നിർത്തിയിട്ട് മഞ്ജു ചോദിക്കല്ലേ എന്താ അരി സങ്കടം, ബർത്ത്ഡേ പറഞ്ഞപ്പോൾ എന്താ സങ്കടം എന്നൊക്കെ ചോദിക്കും. ഇല്ല തലവേദന കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോവല്ലേ. നൈറ്റിൽ വരാമെന്നും പറഞ്ഞിട്ട് ഏട്ടൻ നൈറ്റിൽ വീട്ടിൽ വരാമെന്നും പറഞ്ഞിട്ട് പോവല്ലേ. അങ്ങനെ പിന്നെ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ജിഷ വന്നപ്പോൾ ഒരു നല്ലൊരു മനസ്സിലൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ ചേച്ചി എന്തെങ്കിലും ചോദിക്കും എന്നുള്ള അവൾക്കാണ് ജിഷ എന്തെങ്കിലും ചോദിക്കുന്നത്. അപ്പോൾ രണ്ടാളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചില്ല. അപ്പോൾ അവർ ഹാപ്പിയായി. അങ്ങനെ അവൾ പറയും ജിഷ ഇനി മുമ്പൊക്കെ പിന്നെ നാളെ ഷോപ്പിങ്ങിന് പോകാനുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ ലിസ്റ്റൊക്കെ ഇടാ, എന്ത് ചെറിയമ്മക്കൊക്കെ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവർ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പം ചെറിയമ്മ പറഞ്ഞു വേണ്ട, ചെറിയമ്മയ്ക്കൊന്നും വേണ്ട പറഞ്ഞപ്പോൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി സന്ധ്യ 7:30 ആയിണ്ടാവും. അങ്ങനെ അപ്പോഴാണ് ഇവർ സിറ്റൗട്ടിലിരുന്ന് സംസാരിക്കുക. അപ്പോഴാണ് നമ്മളെ ഹരി വരിക. അപ്പോൾ അവളെ ഏത് നിമിഷം പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ ഒക്കെ ഒരു നേരം കാണാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ എത്തുകയാണ് ആള്. അപ്പോൾ പിന്നെ ജിഷാനോട് പറയാം എനക്ക് എത്ര കൂട്ടം വേണടി എന്നൊക്കെ ഇവിടെ ചോദിക്കുമ്പോൾ ജിഷ എനിക്കൊന്നും വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട. അപ്പം വേണ്ടാത്തതൊക്കെ എനിക്ക് തന്നേക്കിനാണ് ഹരി അങ്ങോട്ട് കയറി വരിക. അപ്പം ജിഷയ്ക്ക് ഹരിയേട്ടന് ഇപ്പം എന്തിട്ടാ വേണ്ടേ? അല്ല ഇവിടെ വേണ്ടാന്ന് പറഞ്ഞത് എന്താണ്? അതൊക്കെ എനിക്ക് തന്നേക്കാനാ പറഞ്ഞപ്പോൾ പറയും ഞങ്ങൾ മിഡിയും ഷർട്ടും അതൊക്കെയാണോ വേണ്ടതെന്നൊക്കെ പറയും. അങ്ങനെ അവർ സംസാരിച്ചൊക്കെ ഇരുന്ന്
അപ്പം നാളെ അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുന്ന അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹരീനെ വിളിച്ചപ്പോൾ ഹരീനോട് അവൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഹരിക്ക് തീരെ ഒഴിവുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ തീരെ നേരമല്ല എനിക്ക് നാളെ ഒന്നും നിന്ന് തിരിയാനും നേരം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ചെറിയമ്മ പറയാണ് പിന്നെ മോനെ പിന്നെ നാളെയല്ല മറ്റന്നാൾ ഞായറാഴ്ചയാണ് മോളെ പിറന്നാൾ, രാവിലെ അങ്ങോട്ട് വരണം കേട്ടോ, അന്നത്തെ ഫുള്ള് പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ആയിക്കിട്ടോ എന്നൊക്കെ പറയും. ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് പറഞ്ഞാൽ അവൻ്റെ മുഖം അതേ വിഷമാവേ. അപ്പോൾ അവനെന്തോ പോലെ ആയ പാടന്നെ ഇവൾ അപ്പോഴും നോട്ട് ചെയ്തു. എന്താ ഇപ്പോൾ ഇത് എൻ്റെ ബർത്ത്ഡേ പറയുമ്പോഴത്തേന് ആള് സന്തോഷമൊക്കെ കിടണം, എന്താ അപ്പോൾ നമുക്ക് വിഷമം എന്താണെന്ന് ചോദിക്കാനും വയ്യല്ല. ചെറിയമ്മക്ക് ഉറക്കം വന്നിട്ട് കേട്ടോ. ചെറിയമ്മൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ എത്തിരി പറഞ്ഞിട്ട് പോവുക. നാളെ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് കഥ നമ്മൾ അകത്തുനിന്ന് പറഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതിയൊരു ഫീല് നമുക്കുണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകും. അപ്പം ഇവനൊരു സന്തോഷമില്ലാത്തവരും ഇപ്പോൾ ഇവിടേക്ക് എനിക്ക് പിന്നെ ഉറക്കം വരുന്നത് ആവിടാൻ വരുന്നത്. അപ്പം പറയും പിന്നെ അവനൊന്നും പറയില്ലേ. അപ്പോൾ പിന്നെ ഒക്കൊന്നും ചോദിക്കാനും വയ്യ. അന്ന് നേരത്തെയൊക്കെ ചോദിച്ചതാണല്ലോ, അന്ന് ഉച്ചയ്ക്കൊക്കെ ചോദിച്ചതാണല്ലോ. അപ്പോൾ പറയും എന്നാൽ ശരി ഞാൻ പോവാണെന്ന് പറയും. അപ്പോൾ ചെറിയ പറയും ഇതാ മറക്കണ്ട, പിന്നെ പറഞ്ഞ കാര്യം ഒന്നും കൂടി അറിയാം. അപ്പോൾ ശരി ശരി നാളെയല്ലല്ലോ മറ്റന്നാളല്ലേ ഇനി ഞാൻ കേട്ട് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോവേ. അവൻ അധികം ഇരുന്നൊന്നുമില്ല കേട്ടോ, വേഗം പോയിക്കാളോ. അവൻ അവിടെ നിന്ന് എങ്ങനെ കഴിച്ചിലായാൽ മതി എന്നുള്ളൊരവസ്ഥയാണ് ഇവളെ ബർത്ത്ഡേ പറയുമ്പോൾ. അങ്ങനെ നമുക്കത് വല്ലാത്ത വെമ്മിഷ്ടമൊക്കെ എന്ത് പറ്റി എന്താണ് ഇപ്പോൾ. എനിക്കാണൊന്നും നല്ല മാതിരി വിളിക്കാനും പറ്റിയില്ല. ഇനിയിപ്പോൾ നാളെ തീരെ കാണാൻ ഒഴിവുണ്ടാവില്ല, വരികയില്ല അങ്ങോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവള് വിചാരിക്കും, ഇവളറിയും ഭക്ഷണമൊക്കെ നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം, എനിക്ക് ഡാഡിക്ക് ഒരു കത്തൊക്കെ എഴുതാണ്ടെന്ന് പറയും. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ജിഷൻ്റെ അടുത്ത് നിന്ന് പെന്നൊക്കെ വാങ്ങി ലെറ്റർ പാഡൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് കത്തെഴുതാൻ വേണ്ടി റെഡിയാക്കി നിന്ന് പിന്നെ ജിഷ കയറി കിടക്കും. അപ്പോൾ അവൾക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ അവിടെ മൂലയിൽ മേശുണ്ടാവും റൂമിൽ. അവിടെ ഇരുന്ന് അവൾ ആദ്യം മേലെ എൻ്റെ പ്രിയപ്പെട്ട ഡാഡിക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിട്ട് പിന്നെ വേറെ വെള്ള പേപ്പർ എടുക്കും. എന്നിട്ട് ഇത് മേലെ വെച്ചിട്ട് അടിയിൽ ഹരിക്ക് കത്തെഴുതാം. ഹരിനെ കാണാൻ പറ്റിയില്ല, എന്തായാലും എനിക്ക് വിളിക്കാൻ ഒന്നും പറ്റിയില്ല. എന്തായാലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ തന്ന ഡ്രസ്സിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഹരിനെ കാണുന്ന ആ ഡ്രസ്സിലേക്ക് പൂതിയുണ്ട്. അതുകൊണ്ട് ആ ഡ്രസ്സ് കാണണം. ഞാൻ 6:30 ആകുമ്പോൾ രാവിലെ അമ്പലത്തിൽ പോകും. ശിശ ഉണ്ടാവും കൂടെ, എന്നാലും അമ്പലത്തിൽ വരണം, അന്ന് ഫുൾ ഡേ ഞങ്ങളെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ലെറ്റർ എഴുതി വെക്കാം കേട്ടോ. അങ്ങനെ ലെറ്റർ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് അവള് പറയും ഇപ്പം എനിക്ക് ഇപ്പോഴത്തെ പുലരിയും പിന്നെ സന്ധ്യകളും എനിക്ക് കുറേ സന്തോഷം തരുന്നു. അതൊന്നും തരുന്നില്ല എന്നാണല്ലോ പണ്ടേ ഇതില്ല. എന്നിട്ട് അന്നും ചോദിക്കണ്ടല്ലോ ഇവിടുത്തെ പുലരി ഇതൊക്കെ സന്തോഷം നൽകിയോ എന്നൊക്കെ ചോദിക്കണ്ടല്ലോ. അവരൊക്കെ എനിക്ക് സന്തോഷം തന്നെ. എനിക്കിപ്പോൾ ഓരോ നിമിഷവും ഹരിനെ കാണാതെക്കാൻ പറ്റാത്തൊരിതാണ്. ഭയങ്കര ഫീലാണ് കാണാണ്ടാകുമ്പോഴത്തേന്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഡാഡിക്ക് കത്തെഴുതിൻ്റെ ആ കൂട്ടത്തിൽ ഞാൻ ഹരിൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ എഴുതാൻ പോവാം. എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഡാഡി എതിര് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഡാഡിക്കും കത്തെഴുതി ഓനും കത്തെഴുതി വെച്ച് കട്ടുമ്പോൾ കയറി കിടന്നുറങ്ങും കേട്ടോ. നാളെ പറയാ, നാളെ നല്ല സന്തോഷമായിട്ട് പറയാം. നമ്മൾ ഓണല്ലേ, ഓണായിട്ട് ഇത്തിരി പറയാൻ ഞാൻ ശരിയാവില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഒരു മുള മുല്ലപ്പൂവിന് 80 ഉറുപ്പിക നമ്മൾ 1.5 മുള മേടിച്ചു. അവളെ സ്വർണ്ണം വെച്ച് ഞാനും വെച്ച് പറ്റാറ്റാക്കി മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടം. എൻ്റെ മോൻ മേടിച്ചു കേട്ടോ. അപ്പം അമ്മേൻ്റെ അടുത്ത് പോകണ്ടട്ടാ. അപ്പോൾ അമ്മേനെയൊക്കെ വീഡിയോ പിടിക്കാണ്ട് സെറ്റ്. ഇന്ന് അമ്മേൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അമ്മേൻ്റെ അടുത്ത് നിൽക്കും. അപ്പോൾ നമ്മളെ ബുക്കിട്ട് ഇങ്ങനെ വേഗത്തിൽ വവ ഉറങ്ങും. എന്നിട്ട് പോകുള്ളൂ. വിളക്കത്തിച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ ടാറ്റാ ലവ് യു ഉമ്മ. എൻ്റെ മക്കൾക്ക് ചക്കര പഞ്ചാരമ്മ നേരത്തെ ഒന്നും പറയാൻ പറ്റില്ല. അത്തച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആൾ ഉണ്ണിയേട്ടൻ വന്ന് തിരക്ക് ചക്കൊക്കെ എടി പായിട്ടിട്ടാണ് ഈ കിട്ടാറ് പറയുന്നത്. സ്വർണ്ണച്ചിന് വീഡിയോ എടുക്കാൻ പോയ വേണ്ടി ഞാൻ അത്തച്ച് കൊടുക്കാൻ വേണ്ടി പായി കെട്ടിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചു. അന്ന് വീഡിയോ പിടിക്കട്ടാന്ന് കണ്ട് ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ പറയട്ടെ നിങ്ങൾക്ക് കേൾക്കാം, ഞാൻ അത് അതിലുണ്ട്. അപ്പം പിന്നെ വേഗം നല്ലപോലെ സ്വർണ്ണച്ചിനെ പിടിക്കാൻ പറ്റില്ല. നമ്മളെ ഡെക്സ ബേബി കച്ചറന്ന് അവന് പൂട്ട് കാട്ടില്ല. നമ്മൾ തിരക്കായി പോയി. അപ്പൊ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞാർന്നോട് പൂട്ട് കാണാൻ. അല്ല നമ്മൾ ഇവിടെ അകത്തൊന്നിട്ടുണ്ട് ഇതാ. അത് ഞങ്ങൾ രണ്ടാം കൂടി ഒന്നല്ലേ നമ്മൾ അകത്തിട്ടത് ഇതൊക്കെ. ഇതാ നമ്മളെ പൂക്കളം
എൻ്റെ ഒരു സീവാവിൻ്റെ മേലൊക്കെ ഞാൻ പൂവിട്ട് വന്നതാ. ആടാ അപ്പോൾ ഹാപ്പി ഓണം പറയും കുട്ടിയാ, ഹാപ്പി ഓണം പറയും. നോക്ക് അവന് ഇതിനാ വരുന്നു, അവന് പുറത്തേക്ക് പോ. നമ്മുടെ കുഞ്ഞേട്ടെ ശുശിച്ചാ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ 10-ാം പൂക്കളം ഞാനിതാ ഇട്ടിട്ട് അത് നമ്മളെ മോനും നോക്കണം, ഞങ്ങളും നോക്കണം, നിങ്ങളും നോക്കണം. ഇതാ നമ്മളെ പൂക്കളം.